ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കറി തപ്പുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുറച്ച് ചെറിയുള്ളി, അതുപോലെ തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി ചൂടായ സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പപ്പടം എടുത്ത് ഒരു 10-15 പപ്പടം ചെറുതായിട്ട് കീറി 2-3 ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കുക. വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി കറിയാണ് കേട്ടോ. പിന്നെ അതിന് വെളിച്ചെണ്ണ കുറച്ച് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ ആ പച്ചമുളകും കൂടെ ഇട്ടിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ, 2-2.5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ആ മസാല ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിവിടെ ദോശ എന്നാണ് പറയുക, ചിലർ നീർദോശ എന്ന് പറയും. പല പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും അത് മലപ്പുറംകാരുടെ സ്വന്തമാണ്. എല്ലാ വീട്ടിലും എന്നും രാവിലെ ഉണ്ടാവുന്ന സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറി മസാല മൂത്തതിന് ശേഷം 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പപ്പട പീസുകളുണ്ടല്ലോ അതൊക്കെ ഇതിലേക്കൊന്നാണ്ട് ഇട്ട് കൊടുക്കുക. വിലങ്ങുന്ന എവിടെ നിന്ന് കറി ഇട്ടാലും പപ്പടം കിട്ടുന്ന പോലെ ഒന്നാണ്ട് മിക്സ് ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ പപ്പടക്കറി റെഡി ആയിട്ടുണ്ട്. നാടൻ വിഭവങ്ങൾക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.